എത്തുന്നു മമ്മ. ഹായ്, വെൽക്കം ബാക്ക് ടു ഡി ഷെഫ്. ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ മുന്നേ ബനാന സ്വീറ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം അതേ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിന് വേണ്ടത്, പക്ഷേ ഇത് തയ്യാറാക്കുന്ന രീതിയിലാണ് വ്യത്യാസമുള്ളത്. ഇത് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയത്. ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് തോന്നി ഇതേപോലെ ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് ഇഷ്ടമായി. ഇപ്പോൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കണുണ്ട്. ഇതിന് എന്താ പേര് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത് കാരണം ഇതുവരെ പേര് കൊടുത്തിട്ടില്ല. ഇനി നമ്മളിത് തയ്യാറാക്കി കഴിയുമ്പോഴേക്കും ഒരു പേര് ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചോളൂ. ഇതിലേക്ക് ആവശ്യമുള്ളത് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നുറുക്കിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് അടിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. പിന്നെ ഇതിലോട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയുടെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പലഹാരത്തിൻ്റെ ഷേപ്പിലാണ് അതിൻ്റെ ഭംഗിയുള്ളത്. അത് കറക്റ്റായിട്ട് കിട്ടില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. കാരണം അരിപ്പൊടി നല്ലൊരു ക്രിസ്പിനെസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ അളവ് കൂടാണ്ട് നോക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഈ ഒരു പലഹാരത്തിൻ്റെ പ്രത്യേകത, നമുക്ക് തയ്യാറാക്കുമ്പോൾ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. എൻജോയ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടമാവും ഇതിൻ്റെ ഒരു ഷേപ്പൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമുക്കിനി ഇത് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കാം. നല്ലപോലെ അടിക്കണം, അതിൽ കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. അത്രയും സ്മൂത്തായിട്ട് ഇത് അടിച്ചെടുത്ത് കൊണ്ടുവരണം. അത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. കാരണം ഇതിനകത്ത് നേന്ത്രപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് നല്ലപോലെ അരിച്ചെടുക്കണം. അപ്പോൾ ഈ അരിക്കുമ്പോഴാണ് ഈ പഴത്തിൻ്റെ ഈ കുരുക്കളൊക്കെ നമുക്ക് നീക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലൊരു ക്യാനാണ്. ഇത് ഓയിൽ ക്യാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത്ര കാശൊന്നുമില്ല. അതിനൊരു 15 രൂപയാണ് വില. ഇത് മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ വേണം ഇതിന് ഹോള് തയ്യാറാക്കി കൊടുക്കാൻ. അപ്പോൾ ഞാൻ കത്രിക വെച്ചിട്ട് ചെറിയൊരു ഹോളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്കിലേ നമ്മൾ വിചാരിച്ച പോലെ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഉള്ളിൽ കൂടെ ഈ ഒരു മാവ് കടന്നു വരണം. അപ്പോൾ പഴത്തിൻ്റെ കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ തടഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് നമ്മളത് അരിച്ചെടുത്തത്. ഇത് കയ്യിലില്ലെങ്കിൽ ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ ഒരു ചെറിയ ഹോളിട്ടിട്ട് നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇതിലോട്ട് പകർത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുപ്പിയുടെ മേലെ കൂടെ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് കുപ്പി ഒന്ന് കഴുകിയാൽ മതി. അപ്പോൾ കയ്യിൽ പിടിക്കാൻ സുഖമായിരിക്കും. അപ്പോൾ ഇനിയാണ് നമ്മുടെ രസകരമായിട്ടുള്ള കുക്കിംഗ് തുടങ്ങുന്നത്. ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇഷ്ടമുള്ള മോഡലിൽ, മാല പോലെ ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എൻ്റെ മോന് മാല പോലെ തയ്യാറാക്കി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിനി തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു നമ്മുടെ ദോശക്കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുകയാണ് ഫ്രൈ പാൻ എടുത്ത് വെക്കുക. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് പതുക്കെ ഫ്രൈ പാൻമ കൊള്ളാണ്ട് ഇതൊരു ഫോർക്ക് വെച്ച് എടുക്കാം. അപ്പോൾ ശരിക്കും ഇതൊരു മാല പോലെ കിട്ടും. ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് പകർത്താണ്. ഇനി അടുത്തത് എൻ്റെ മോന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്റ്റൈലാണ് കേട്ടോ. അതിങ്ങനെ പിരി 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 പോലെയാണ് ഉണ്ടാക്കുക. നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിക്കാം. എൻ്റെ മോനിവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും അവൻ എൻ്റെ അടുത്തിരുന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ അവൻ എന്നോട് സംസാരിക്കുന്നതാണ് കേട്ടോണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ പൊക്കിയെടുക്കാം. കണ്ടോ, അത് നല്ല ഇങ്ങനെ മാല മാല പോലെ കിട്ടും. അപ്പോൾ ഇതെൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാൻ. ഇങ്ങനെ അരിപ്പൊടി കൂടുതൽ എടുക്കും തോറും ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അരിപ്പൊടി ഒരുപാട് എടുക്കരുത് ഈ പലഹാരത്തിനെന്ന്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ചൂടുണ്ട് കേട്ടോ, തിരേശ കൈ പൊള്ളും. ഒരു നൂല് പോലെയാണ് പോണത്. അതുകൊണ്ട് ഇത് തിരിച്ചിട്ട് വേവിക്കേണ്ടതൊന്നും ആവശ്യമില്ല. അത് ഉള്ളൊക്കെ അപ്പോഴേ വെന്തിട്ടുണ്ടാവും. നല്ലോണം ഒന്ന് ചൂടായാൽ മതി. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് പകർത്താണ്. ഇത് പാത്രത്തിലേക്ക് വീഴണതിനൊരു പ്രത്യേക സ്റ്റൈലൊക്കെ ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ചുറ്റി ചുറ്റി വീണുകൊണ്ടിരിക്കും. പുറത്ത് പോകാണ്ടൊക്കെ നോക്കാം. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് എന്ത് ചെയ്യാം, അടുത്ത ഡിസൈൻ തയ്യാറാക്കാം. എനിക്ക് തോന്നുന്നു ഈ മെഹന്തിയൊക്കെ ഇടുന്നവർക്ക് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്നു. ഞാൻ മെഹന്തി ഒന്നും ഇടാത്ത ഒരാളാണ്. ഒരു കുപ്പി തീർന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഇത് നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ തയ്യാറാക്കാം. ശരിക്കും നമ്മൾ അമ്മമാരാകുമ്പോഴാണ് കൂടുതൽ ക്രിയേറ്റീവ് ആവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവരെ കഴിപ്പിക്കാൻ വേണ്ടി നമ്മൾ പല വിധത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കും. ഇത് എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇതിൽ എഗ്ഗ് ഉണ്ട്, അതേപോലെ പഴമുണ്ട്, പിന്നെ അരിപ്പൊടിയാണുള്ളത്, പിന്നെ നെയ്യിലാണ് ചുട്ടെടുക്കണേ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു പൂവ് ഞാനും മോനും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അതാണ് ഇതിവിടെ സൈഡിൽ കൊണ്ട് വെച്ചേക്കണത്. കുറച്ച് നേരം പോകാൻ വേണ്ടിയിട്ട് ഞാനും അവനും കൂടി തയ്യാറാക്കിയതാണ്. പേപ്പറും സ്കെച്ചുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ്. താങ്ക് യു.